ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വേണ്ട ഞാനൊരു കടയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമുക്കൊരു കയറി താമസമുണ്ട്. അപ്പോൾ അതിന് പ്രസൻറ്റേഷൻ വാങ്ങിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി പാത്രങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്കൊരു സ്വഭാവമുണ്ട്, ഇതുപോലൊക്കെയുള്ള കടകളിൽ കയറി കഴിഞ്ഞാൽ എല്ലാം ഇഷ്ടപ്പെടും, ഏത് വാങ്ങിക്കണമെന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ. അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എല്ലാം നോക്കുമ്പോൾ ഒന്നിനൊന്ന് അടിപൊളി, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ വിളക്കുകളും ഒക്കെ ഇഷ്ടത്തിനുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു എല്ലാ പാത്രങ്ങളും ഒക്കെ കാണാൻ. പിന്നെ എനിക്ക് അതിൻ്റെ അകത്ത് അവിടെ ഒരു ഭരണി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഭരണിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമേ. പിന്നെ നിലവിളക്കുകൾ വലുതും ചെറുതും നടരാജ വിഗ്രഹം ഇത് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേണ്ട ഞാൻ പറഞ്ഞ ഭരണി ഇതേണ്ടിരിക്കുന്ന കേട്ടോ. ഇതൊക്കെയാണ് എനിക്ക് ആ ഭരണിയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടെ. അപ്പം ഞാൻ പ്രസൻറ്റേഷനൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോയിൽ കയറി താമസത്തിന് വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതാണ് ഞങ്ങളുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പള്ളി. ഇവിടെ കുരിശുമൂട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് മെഴുകുതിരിയൊക്കെ കത്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സഹിച്ചേട്ടൻ ഞങ്ങളെ ഇടയ്ക്ക് കൊണ്ടുവിട്ടു. അവിടെ നിന്ന് പിന്നെ സഹിച്ചേട്ടൻ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ നടന്നു പോവുകയാണേ. അപ്പോൾ അവരുടെ വല്യമ്മച്ചിയെ കണ്ടിട്ടുണ്ടായിരുന്നു. വല്യമ്മച്ചി അച്ഛൻ്റെ അമ്മ ഡയറി മിൽക്കൊക്കെ കൊടുത്തത് അതൊക്കെയാണ് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടന്നു പോകാനുണ്ട് കേട്ടോ. നമ്മളപ്പം അവിടെ നിന്ന് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകാൻ. അപ്പം അങ്ങനെ വേണ്ട നമ്മൾ ആ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനാണെങ്കിൽ താഴെ നിന്നപ്പോൾ ആൾക്കാരൊക്കെ ഉള്ള കാരണം എനിക്ക് താഴെ വീഡിയോ പിടിക്കാൻ മടിയായിട്ട് ഞാൻ മേളിൽ വന്നിട്ട് മേളത്തെ നിലയിലെ വീഡിയോ ആദ്യം എടുത്ത് കേട്ടോ. നല്ല ഭംഗിയാണ്. ഞാനപ്പോൾ വീട് താഴ്ഭാഗമൊക്കെ കാണിച്ചു തരാവേ. ഇത് മേളിൽ നിന്നെടുത്ത വ്യൂ ആണ് കേട്ടോ. അപ്പം എനിക്ക് ആദ്യമൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊക്കെ ചെന്നിട്ട് ഇപ്പോഴും ആ വീഡിയോ എടുക്കാനൊക്കെയുള്ള ചമ്മലുകളൊന്നും മാറിയിട്ടില്ല കേട്ടോ. കൂടുതലും ഞാൻ കൊച്ചിനെയും കൊണ്ടാണ് എടുപ്പിക്കുന്ന വീഡിയോ ഒക്കെ. അപ്പം ഞാനിനിയും താഴ്ഭാഗത്തോട്ട് ഇറങ്ങിപ്പോയിട്ട് അവിടെ കാണിക്കാം കേട്ടോ. നല്ല അടിപൊളി അന്തരീക്ഷമൊക്കെയാണ്. എനിക്കൊരുപാട് ഇഷ്ടമായി. വീടും നല്ല അടിപൊളി വീടൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ട് വീട് ഫുള്ളും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ എല്ലാം ചുറ്റിക്കിറങ്ങി എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് ഇറങ്ങി വരുവാണ്. അപ്പം താഴെ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ഭാഗമാണിത് കേട്ടോ. അടിപൊളി കബോർഡൊക്കെ ഉണ്ട്. അടുക്കളയാണിത് കേട്ടോ. അപ്പം ഇതാണ് അടുക്കള. ഇനി നമ്മുടെ അടുപ്പ് കത്തിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ താഴത്തെ വീഡിയോസും എല്ലാം പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. അപ്പം അവിടെ ഫുഡ് കഴിക്കാനായിട്ട് അപ്പവും കറിയും വരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ തിരിച്ച് നടന്നു വരുന്ന കാരണം ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഒത്തിരി നേരമൊന്നും നമുക്ക് അവിടെ നിൽക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്നെല്ലാം ചടപടയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കേട്ടോ. ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ. അപ്പം അങ്ങനെ ഇതാണ് പുറത്തു നിന്ന് നോക്കുമ്പോൾ വീടിൻ്റെ ഒരു ഇത് കണ്ടോ. നല്ല അടിപൊളി ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്. എനിക്കിപ്പോഴും നല്ല ശരിക്കൊന്നും വീഡിയോ പിടിക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. എന്നെ എപ്പോഴും കൊച്ചു വഴക്ക് പറയും, അമ്മയ്ക്ക് വീഡിയോ പിടിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അപ്പമൊക്കെ കഴിച്ച് നമ്മളപ്പോൾ തിരിച്ചു പോവാണ് കേട്ടോ. പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് കുറച്ച് നടന്നു പോകാനുണ്ട്. നടന്നു പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പാടത്തിൻ്റെ വരമ്പത്തൂടൊക്കെ വരമ്പില്ല കേട്ടോ. പാടത്തിൻ്റെ 2 സൈഡിൽ കൂടെയും വെട്ടി വഴി എടുത്തിട്ടുണ്ട്. അതിലെയാണ് നടക്കുന്നത്. അപ്പം നമുക്ക് നടന്നു പോകുന്ന വഴിയും കൂടെ ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കയറി താമസത്തിന് കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അവരോടൊക്കെ കണ്ട് സംസാരിച്ചിട്ട് ഒക്കെ. ഇത് കണ്ടോ, നല്ല ഭംഗിയല്ലേ. ഒരു 6-6:30 ആകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായി പാടമൊക്കെ കാണാനായിട്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പോയി ഇവിടെ പാടത്ത് സൈഡിലൊക്കെ കൃഷിയൊക്കെ ഉണ്ട്. പിന്നെ തെങ്ങും തോപ്പ്. തെങ്ങിൻ്റെ അകത്താണെങ്കിലുണ്ടല്ലോ നമ്മുടെ തൂക്കണാങ്കുരുവിയുടെ കൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ എൻ്റെ ഫോണിന് എനിക്ക് തോന്നുന്നു അത്ര ദൂരത്തു നിന്നുള്ള നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഇത് കണ്ടോ, പടവലങ്ങയൊക്കെ കൃഷിയാണ് കേട്ടോ. പടവലങ്ങയൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. പാവയ്ക്കയുണ്ട്. അപ്പം പടവലങ്ങയൊക്കെ ഓണത്തിനേക്കുള്ള കൃഷിയാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം വിളവായതൊക്കെ പടവലങ്ങയൊക്കെ ഇഷ്ടത്തിന് കിടപ്പുണ്ട്. എല്ലാവർക്കും ഈ ഭംഗി ഇതിഷ്ടപ്പെട്ടോ? വരമ്പൊക്കെ പാടമൊക്കെ വീണ്ടും വരമ്പെന്ന് പറയുന്നത്. പണ്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ വഴികളെന്ന് പറഞ്ഞാൽ പാടത്തിൻ്റെ നടുക്കൂടെ വരമ്പായിരുന്നു കേട്ടോ. ആ വരമ്പിൽ കൂടെ ചെറിയ
ഈ ഒരു വരമ്പേ കൂടെ ഒക്കെ നടന്ന് വരുന്നു. അപ്പോൾ ഇത് കണ്ടോ, പടവലങ്ങയൊക്കെ എല്ലാം വിളവായതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ പാടത്തിൻ്റെ സൈഡിലാകുമ്പോൾ വെള്ളത്തിനും ഒന്നും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലല്ലോ. കോവൽ കയറി കിടപ്പുണ്ട്, പാവയ്ക്കുണ്ട്. അപ്പം നമ്മുടെ ആ 6 മണിയുടെ ഒരു വ്യൂ ആയതുകൊണ്ടാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. സൂര്യനൊക്കെ അസ്തമിക്കാറായിട്ടൊക്കെ വരുന്ന ഒരു ഭാഗമൊക്കെ, ഒരു സമയമൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു അവിടെ കാണാൻ. ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ്, അവിടെ ഒരു തോടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾ തോട്ടിലൊക്കെ ഇറങ്ങി കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് കേട്ടോ, വർത്താനമൊക്കെ പറഞ്ഞ്. എനിക്കങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പോകുമ്പോൾ നല്ല രസമാട്ടോ. ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ചിങ്ങനെ പെയ്യെ ആടി തൂങ്ങിയൊക്കെ നടന്നൊക്കെ വരത്തുള്ളൂ കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെയാണോ? ഇങ്ങനെ പാടത്തിൻ്റെ വരമ്പത്തൂടൊക്കെ സന്ധ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു 4 മണി തൊട്ട് ഒരു 6:30 ഇപ്പുറം കേട്ടോ, ആ ഒരു സമയമേ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് എനിക്ക് വരുന്ന ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ചള്ളയൊക്കെ ഉണ്ടായിരുന്നു വഴിയിൽ. അപ്പം അങ്ങനെ വേണ്ട നമ്മൾ തോടിൻ്റെ അവിടെ കേട്ടോ, ഇതാണ് തോട്. അപ്പം എൻ്റെ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഞങ്ങളൊരു കയറിത്താമസത്തിന് പോയിട്ട് വന്ന ഒരു വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവരോടും ശുഭരാത്രി, സുഖനിദ്ര, ബൈ ബൈ.